നേരെ പോരെ. മൂന്നാമത്തെ വീടാ ആ ഓടിട്ടത്. എടാ ഞാൻ ആ ഗേറ്റിന്റെ അടുത്ത് തന്നെ ഉണ്ട്, നീ വാ. എന്താടാ രാജാ, നീ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. അത് തങ്കച്ചിക്ക് തോന്നുന്നതാ, കുറെ നാളായില്ലേ കണ്ടിട്ട്. പണി ചെയ്യുമ്പോ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. പേശ കാണുന്നു തോന്നിയാ അങ്ങ് തട്ടിയേക്കണം. തങ്കച്ചി, ഹലോ. ഇല്ലില്ല, ഞങ്ങൾ എത്തിയില്ല. അത് ആ ഇത്താപ്പിയില്ലേ, പിന്നെ രാജേട്ടന്റെ തങ്കച്ചി, അവരെയും കൂട്ടണമെന്ന് അവന്മാർക്ക് ഒറ്റ നിർബന്ധം. ഇപ്പൊ ഇവിടെ വന്നിരിക്കുക. എന്താടി പറഞ്ഞേ, നീ അങ്ങ് ഒതുങ്ങി നിൽക്കുന്നേ? അതെ, എന്നെ വിളിക്കുന്നു, ഞാൻ പിന്നെ വിളിക്കാം. അതെ, അതിനകത്തൊരു മുതല് കിടപ്പുണ്ട്, അതാ അവള്. ഒരു കൊട്ടേഷന്റെ കൂടെ വേറൊന്നിനെയും കൂടെ വണ്ടിയിലെടുത്തിട്ടേ ആകെ കുളവാക്കി കളയരുത്. ഇല്ല തങ്കച്ചി, ഇവിടെ എറണാകുളത്ത് എത്തിച്ചാ പിന്നെ പണി കഴിഞ്ഞു. എന്തായാലും തങ്കച്ചി കൂടെ ഞങ്ങളോടൊപ്പം വരണം, അതിനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എനിക്കിപ്പൊ നിങ്ങളുടെ കൂടെ വരാനൊന്നും പറ്റത്തില്ലടാ. അല്ല തങ്കച്ചി, തങ്കച്ചി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ബലം ആയനെ. എങ്ങനെയെങ്കിലും ഒന്ന്. നിനക്കൊക്കെ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? കാർത്തികേയൻ എന്നെ ഇവിടെ ഒരു പണി ഏൽപ്പിച്ചിരിക്കുക. 2 ദിവസം കൂടെ കഴിഞ്ഞേ എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റൂ. അപ്പൊ പിന്നെ എങ്ങനെയാ തങ്കച്ചി കാര്യങ്ങള്, അവിടുത്തെ ഏർപ്പാടൊക്കെ? അത് ഞാൻ മുത്തുപാണ്ടിയെ വിളിച്ച് സെറ്റ് ചെയ്തോളാം. ഓ, അങ്ങോട്ട് നിങ്ങൾ അങ്ങ് എത്തിച്ചാ മതി. ശരി.
എടാ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അങ്ങ് അനുസരിച്ചാ മതി. എന്നാലും തങ്കച്ചി വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. രാവിലെ ഇങ്ങ് എത്തിക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും.